اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فاعلموا أمة سيدنا محمد صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ റമളാന് കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാന് കൊണ്ട് ഇത്ഖ് ലഭിക്കുന്ന, നരകമോചനം ലഭിക്കുന്നവരിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധമായ റമളാനിൽ ഇബാദത്തുകൾക്ക് കൂടുതൽ താല്പര്യമുള്ള മനസ്സ് അല്ലാഹു നമുക്കെല്ലാം നൽകട്ടെ. പരിശുദ്ധമായ റമളാനിൽ പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ മറ്റ് മാനസിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളും നമ്മുടെ കൂട്ടത്തിലും പരിചയത്തിലും ഇല്ലാതിരിക്കട്ടെ. അള്ളാഹു എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രചാരകരായി, അതിൻ്റെ പ്രബോധകരായി നിയോഗിച്ചവരാണ് നമ്മൾ. അള്ളാഹുവാണ് നമ്മളെ നിയോഗിച്ചത്. മുസ്ലിം സമൂഹത്തെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിനൊരു മാനമുണ്ട്. മുസ്ലിം സമൂഹത്തെ ഈ ഭൂമിയിലേക്ക് സംവിധാനിക്കുന്നതിനൊരു മാനമുണ്ട്. അത് ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കലായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ഇറക്കേണ്ടിയിരുന്നത്, അവതരിപ്പിക്കേണ്ടത് ആ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ വ്യാവസായിക മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ചൈന പോലെയുള്ള പ്രദേശങ്ങളിലായിരുന്നു. അധികാരം കൊണ്ടോ അപ്രമാദിത്വം കൊണ്ടോ ഈ ഭൂമിയെ കീഴ്പ്പെടുത്തുക, അധികാരത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നതല്ല അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ പറഞ്ഞയക്കുന്നത് കൊണ്ട് താല്പര്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ റോമിലേക്കോ മറ്റു പേർഷ്യൻ പ്രവിശ്യകളിലേക്കോ ഒക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ആ കാലഘട്ടത്തിൽ ഏറ്റവും അപരിഷ്കൃതരാണ് എന്ന് ലോകം വിലയിരുത്തിയിരുന്ന, യുദ്ധവും പരസ്പര സംഘട്ടനവും മാത്രം ജീവിതത്തിൻ്റെ ഭാഗമാക്കി ശീലിച്ചിരുന്ന അറബികൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതരിക്കപ്പെടുന്ന കാലത്ത് മക്കയെക്കുറിച്ചും അറേബ്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചും ലോകം മുഴുവൻ നോക്കിക്കണ്ടിരുന്നത്. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അറേബ്യൻ നാട്ടിലേക്ക് സാംസ്കാരികമായും നാഗരികമായും വിദ്യാഭ്യാസപരമായും എല്ലാം കൊണ്ടും പുറകിൽ നിൽക്കുന്ന ഒരു പ്രദേശം. അവരുടെ കയ്യിലുള്ളത് ആകെ കായിക ബലം മാത്രമാണ്. കായിക ബലം കൊണ്ട് കായിക ബലം ഉപയോഗപ്പെടുത്തി, തങ്ങളുടെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി വിദൂര രാജ്യങ്ങളിൽ പോയി കച്ചവടം ചെയ്ത് സമ്പാദിക്കുന്നു, സുഖിക്കുന്നു, ജീവിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിത ലക്ഷ്യമില്ലാത്ത ഒരു ജനതയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുന്നത്. എന്നിട്ട് ആ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേവലം 23 കൊല്ലക്കാലത്തെ ദഅവത്തിന്റെ തുടർന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ആ നാട്ടുകാർ, ആ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ കാട്ടാളന്മാരായി വസിച്ചിരുന്ന ആളുകൾ, അത് വെറുതെ പറയുന്ന വാക്കല്ല. അന്യന്റെ വീട്ടിലെ ഒട്ടകം തന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു എന്ന ഒറ്റ കാരണത്താൽ 40 കൊല്ലം യുദ്ധം ചെയ്തിരുന്ന കാട്ടറബികൾ ആ കാലഘട്ടത്തിൽ, അവർക്കിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. ആ ജനതയെ 23 കൊല്ലം കൊണ്ട് നബി തങ്ങൾ എങ്ങോട്ട് എത്തിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിനു ശേഷം മദീനയിലേക്ക് കടന്നു വന്ന മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികൾ മദീനയിലെത്തിയിട്ട് മദീനയെക്കുറിച്ച് അവർ സർവേ നടത്തിയിട്ടുണ്ട്.
മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികൾ, ജൂത രാജ്യങ്ങളിലെ പ്രതിനിധികൾ മദീനയിൽ വന്നിട്ട് ഒരു സർവേ നടത്തി. ആ സർവേയിൽ അവർ ചോദിച്ചിരുന്ന കാര്യങ്ങൾ, അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾ, മദീനക്കാർക്ക് അസുഖങ്ങൾ കുറവാണ്, മദീനയിൽ കലഹങ്ങളില്ല, മദീനയിൽ സംഘട്ടനങ്ങളില്ല, മദീനയിൽ അക്രമങ്ങളില്ല, മദീനയിൽ പരസ്പരമുള്ള പാരവെക്കലുകളില്ല, മദീനയിൽ പൂഴ്ത്തിവെപ്പില്ല, മദീനയിൽ വഞ്ചനയില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? വിദേശ രാജ്യങ്ങളിൽ നിന്നും മദീനയെ കുറിച്ച് പഠിക്കാൻ വന്ന ആളുകളോട് അവർ മദീനക്കാരോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മദീനയിൽ മുസ്ലിംകളായി നിങ്ങൾക്ക് ഇത്ര വലിയ മാനുഷികമായി സംഭവിക്കാറുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാത്തത്? സ്വഹാബികൾക്ക് ഒറ്റ മറുപടിയാണ് ഉണ്ടായത്: ഞങ്ങൾ ജീവിക്കുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതമാർഗം ഖുർആനാണ്, ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഞങ്ങൾ അനുവർത്തിക്കുന്നത്. ഖുർആന് മുമ്പിൽ വെച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിൽ വിശുദ്ധ ഖുർആന്റെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയ പ്രദേശങ്ങൾ ഇതൊന്നും ഉണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ഖലീഫയായി ചുമതലയേൽക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. സിദ്ദീഖ് തങ്ങൾ ഖലീഫയായി ചുമതല ഏറ്റെടുത്ത ആ കൊല്ലം മദീനത്തെ ഗവർണറായി ഖാദിയായി നിയമിക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഒരു കൊല്ലം ജഡ്ജിയുടെ കസേരയിൽ ഇരുന്നിട്ട് ഒരു കേസ് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വന്നിട്ടില്ല. ഒരൊറ്റ കേസ് പോലും വന്നിട്ടില്ല. എന്താ കാരണം? മദീനയിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല, മദീനയിൽ പരസ്പരമുള്ള പോരടിക്കലുകൾ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ഇസ്ലാം എങ്ങോട്ടാണ് ഈ ലോകത്തെ ക്ഷണിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബികളെ മദീനക്കാരെ കൊണ്ടെത്തിച്ച ഒരു സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് ലോകത്ത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സങ്കല്പം. അതാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്, അതിലേക്കാണ്, ആ മൂല്യങ്ങളിലേക്കാണ്. ആചാരങ്ങളിലേക്ക് മാത്രമല്ല, പ്രവർത്തനങ്ങളിലേക്ക് മാത്രമല്ല, ആരാധനാ കർമ്മങ്ങളിലേക്ക് മാത്രമല്ല, ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം സൂക്ഷിക്കാൻ കഴിയുന്ന അനേകം മൂല്യങ്ങളുടെ മുമ്പിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ആ മൂല്യങ്ങളാണ് ലോകത്തെ മനുഷ്യർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നിങ്ങൾ കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കുക. ലോകത്തെ മുസ്ലിങ്ങൾ ഇന്ന് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുമ്പിലാണ്, നോമ്പിന്റെ കാര്യത്തിൽ മുമ്പിലാണ്, സക്കാത്തിന്റെ കാര്യത്തിൽ മുമ്പിലാണ്. ഒരു 30 കൊല്ലം മുമ്പ് വരെ നമ്മുടെ ഈ കേരളത്തിൽ പോലും, മലബാർ പ്രദേശങ്ങളിൽ പോലും പകൽ സമയത്ത് അങ്ങാടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിങ്ങളെ കാണാമായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്നില്ല. ജനങ്ങൾക്ക് ആരാധനകളിൽ ജനങ്ങൾക്ക് ഗൗരവം വന്നിട്ടുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നത് മൂല്യങ്ങളാണ്, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ. ഒരു മുഅ്മിനിന് മാത്രം ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധ്യമാകുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണ്? ആ മൂല്യങ്ങൾ ഒരു മനുഷ്യന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളായി ദീൻ പരിചയപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സിദ്ഖാണ്, സത്യസന്ധത. മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇസ്ലാം കൊണ്ട് കൂടുതൽ പരിക്കുണ്ടാവുകയാണ് ചെയ്യുക. സത്യസന്ധത, അമാനത്ത്, വിശ്വസ്തത. സത്യസന്ധതയും വിശ്വസ്തതയും പടച്ചറബിൽ ബരമേൽപ്പിക്കുവാനുള്ള താല്പര്യവും ഭൗതിക പരിത്യാഗവും ഇത് മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അത്തരക്കാരായ വിശ്വാസികൾ ഇസ്ലാമിന് കൂടുതൽ പരിക്കേൽപ്പിക്കുന്നുണ്ട് എന്നതാണ് ചരിത്രം. അങ്ങനെയാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്: നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഈ ജനതക്ക് അല്ലാഹു തആല മുഅ്മിനീങ്ങളായ, മുസ്ലിങ്ങളായ നമുക്ക് അല്ലാഹു അഭിമാനം നൽകിയിട്ടുള്ളത്, പ്രതാപം നൽകിയിട്ടുള്ളത് ഇസ്ലാം കൊണ്ട് മാത്രമാണ്. ആ പ്രതാപത്തെ, ഇസ്സത്തിനെ സമ്പത്ത് കൊണ്ടോ മറ്റു വിദ്യാഭ്യാസം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നേടിയെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, ഇസ്ലാമിന് പകരമായി മറ്റെന്തുകൊണ്ടെങ്കിലും നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു അവനെ നശിപ്പിച്ചു കളയുമെന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് എപ്പോഴാ പറയുന്നതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്യ രാജ്യത്ത് മുസ്ലിങ്ങൾ കീഴടക്കി എന്ന വാർത്ത കേട്ടിട്ട് അങ്ങോട്ട് പോവാണ്.
പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാത്രക്കിടയിൽ തൻ്റെ വാഹനപ്പുറത്ത് നിന്നിറങ്ങി തൻ്റെ ചെരുപ്പ് ഇങ്ങനെ തോളിൽ വെച്ച് വാഹനത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ചിങ്ങനെ ഒരു ചെറിയ തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചോദിച്ചു കൂടെയുള്ള അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, നിങ്ങളൊരു ഖലീഫയല്ലേ, മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ഉഷാറ് തോന്നണ്ടേ? നിങ്ങളിങ്ങനെ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചു പോയാൽ ആളുകൾക്ക് നിങ്ങളൊരു താഴ്ന്ന ആളാണെന്ന് കരുതൂലെന്ന് ചോദിച്ചു. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞത്, നമുക്ക് ഇസ്സത്ത് നൽകിയത് അധികാരം കൊണ്ടല്ല, പ്രതാപം കൊണ്ടല്ല. ഇസ്സത്ത് നൽകിയത് അള്ളാഹുവാണ്, അത് ഇസ്ലാം കൊണ്ടാണ്. ഇസ്ലാമല്ലാത്ത ഒരു ഇസ്സത്തും മുഅ്മിൻ ആഗ്രഹിക്കാൻ പാടില്ല. ഇസ്ലാമായിരിക്കണം അവന്റെ ഇസ്സത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി പറഞ്ഞൊരു ദിക്റുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിയാൽ റളിയതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ റളിയതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. ഇത് ഒരാൾ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും 3 തവണ തുടർച്ചയായി ചൊല്ലിയാൽ അവൻ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അതിന് നൽകുന്ന സമ്മാനം എന്താണ്? ഈമാന്റെ മധുരം അവൻ അനുഭവിക്കാൻ കഴിയുമെന്നാണ്. നമ്മളൊക്കെ പലപ്പോഴും ചെല്ലാറുണ്ട്, ഹദ്ദാദിൽ നമ്മൾ ഓതാറുണ്ട്, റളീതു ബില്ലാഹി റബ്ബാ, എനിക്ക് എൻ്റെ റബ്ബായി അല്ല മതി, വബിൽ ഇസ്ലാമി ദീനാ, എനിക്ക് എൻ്റെ ദീനായിട്ട് എൻ്റെ ഇസ്ലാം മതി, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ, എനിക്ക് പ്രവാചകനായിട്ട് എൻ്റെ ഹബീബ് മതി. അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഭാഷ മനോഹരമാക്കി പറയുമെങ്കിലും ആ വാക്കിന്റെ അർത്ഥം എന്താണ്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ, എനിക്ക് ദീനായിട്ട് ഇസ്ലാം മതി. അള്ളാഹു നമ്മുടെ റബ്ബാണെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീന് മാത്രം മതി എനിക്ക് ദീനായിട്ട് എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദീനി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അനുസരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചാണ് ദീനി എന്ന് പറയാം. വബിൽ ഇസ്ലാമി ദീന, എനിക്ക് എൻ്റെ ദീനായിട്ട് ഇസ്ലാം മാത്രം മതി, അള്ളാഹു മതി എൻ്റെ റബ്ബായിട്ട്, ഞാനതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മുഅ്മിനിന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. അതെങ്ങനെ കഴിയോ? ജീവിതത്തിൽ പ്രയാസങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾക്കിടയിൽ, ദാരിദ്ര്യങ്ങൾക്കിടയിൽ, നെരിപ്പോടുകൾക്കിടയിൽ, കഥനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ പറയണം, റളീതു ബില്ലാഹി റബ്ബാ, അല്ല മതിയല്ലോ എനിക്ക്, അല്ല നൽകിയതുപോലെ, അവന്റെ ഇസ്ലാം പോലെ. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ആഘോഷങ്ങളുടെ ഉത്സവങ്ങൾ പോലെയാണ് പെരുന്നാൾ നമ്മിലേക്ക് വരാറുള്ളത്. ആ പെരുന്നാൾ നമ്മിലേക്ക് വരുമ്പോൾ എത്ര പേർക്ക് പെരുന്നാളിന്റെ ദിവസത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കാൻ കഴിയും? നമ്മുടെ വീട്ടിൽ ഭക്ഷണങ്ങൾ ഒരുക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ വസ്ത്രങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, വബിൽ ഇസ്ലാമി ദീന, എനിക്കെൻ്റെ ഇസ്ലാം മതി എന്ന് പറയാൻ കഴിയോ? മാർച്ച് മാസമാണ്, സ്കൂളുകൾ പൂട്ടുന്ന സമയമാണ്. സെൻഡ് ഓഫ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളെ പറ്റി രക്ഷിതാക്കൾക്ക് വല്ല ധാരണയുമുണ്ടോ? സ്ത്രീ പുരുഷ സമ്മിശ്രമായ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബങ്ങളിൽ, ഞാൻ ഇടപെടുന്ന ഇടങ്ങളിൽ സ്ത്രീകളുമായി സംഘടനത്തിന്റെ ജീവിതം, അതാണ് ഞാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ എങ്ങനെയാണ് വബിൽ ഇസ്ലാമി ദീന എന്ന് പറയാൻ കഴിയുക? എനിക്കെൻ്റെ ഇസ്ലാം മതി എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. ലോകത്ത് നമ്മളെക്കാൾ സൗകര്യങ്ങൾ കുറഞ്ഞ അനേകം മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന മനുഷ്യരൊക്കെ വബിൽ ഇസ്ലാമി ദീന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ചിട്ടാണ് ലോകത്തവർ മാതൃക കാണിക്കുന്നത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമാണ് എനിക്ക് മുഖ്യം, അല്ലേ? ഈ അടുത്ത് ഒരു ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞിട്ട് അവിടെ ഈ ഷാമ്പയിൻ പൊട്ടിക്കുന്ന സമയത്ത് ആ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അവർ മാറി നിന്നോ എന്ന് നോക്കിയിട്ടാണ് അവിടെയുള്ള ക്രൈസ്തവരായ അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകൾ അത് പൊട്ടിക്കാൻ ജാഗ്രത കാണിച്ചത്. എന്തുകൊണ്ടാണ്? ഞാൻ മുസ്ലിമാണല്ലോ, എനിക്കത് പറ്റില്ലല്ലോ എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. ഇസ്ലാം അഭിമാനമാകുന്നില്ല. എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ശീലങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നത്? ദീനായി അനുസരിക്കാൻ നമുക്ക് ഇസ്ലാമിനപ്പുറത്ത് മറ്റെന്തോ വേണമെന്ന മോഹമുള്ളത് കൊണ്ടാണ്. പെൺകുട്ടികൾ തട്ടമിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളെ പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും. ആ പെൺകുട്ടികൾക്ക് മനസ്സിൽ ഒരൊറ്റ ധൈര്യമാണ് പകർന്നു കൊടുക്കേണ്ടത്, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറയാനുള്ള ധൈര്യം.
ഞാനൊരു മുസ്ലിമാണ്, എനിക്കിത് പറ്റൂല, അത് പറയാനുള്ള ധൈര്യം നമുക്ക് പല മേഖലയിലും നമുക്കതുണ്ടാവാറുണ്ട്. നമ്മൾ ചില പാർട്ടികളുടെ ആളുകളാകാം, ചില സ്ഥാപനത്തിന്റെ മേധാവികളാവാം. ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ വിദ്യാലയത്തിലേക്ക്, എൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ കർശനമായിട്ട് ആ കുട്ടിയോട് ഞാൻ പറയും, ഈ സ്ഥാപനത്തിന്റെ നിയമം ഇതാണ്, ഇതെവിടെ പറ്റൂ. അതല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാക്കളോട് പറയും, ഇത് ഇവിടുത്തെ നിയമമാണ്, ഇതെവിടെ പറ്റൂ. ഈ മഹലിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ മഹലിൽ നിയമം ലംഘിക്കുന്നവരോട് മഹലിന്റെ ഭാരവാഹികൾ പറയും, ഈ മഹൽ ഇങ്ങനെയാണ്, ഇവിടെ ഇതേ പറ്റൂ. അത് വിദ്യാലയത്തിൽ അങ്ങനെയാണ്, ഒരു പാർട്ടിയിൽ അങ്ങനെയാണ്, നിങ്ങൾ സംഘടനകളിലും പാർട്ടികളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്. എല്ലാവരും പറയും, ഇത് ഇവിടുത്തെ നിയമം എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയേ പറ്റൂ. പക്ഷെ എപ്പോഴെങ്കിലും എൻ്റെ കൂട്ടുകാരനോട്, അധാർമികതയിലേക്ക് എന്നെ ക്ഷണിക്കുന്നവനോട്, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമിൽ ഇങ്ങനെ പറ്റൂ എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വരാത്തത്? ഇസ്ലാം എൻ്റെ അഭിമാനമാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈമാന്റെ മധുരം അനുഭവിക്കാൻ കഴിയാത്തത്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒരൊറ്റ കാര്യമാണ്, ഈമാന്റെ മധുരമില്ലാത്തത് കൊണ്ടാണ്. മുഅ്മിനീങ്ങൾക്ക് ഈമാന്റെ മധുരമുണ്ടെങ്കിൽ അവരോട് പിന്നെ കള്ള് കുടിക്കണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് എല്ലാ മനുഷ്യന്റെ ബോധ്യങ്ങളോടും റൂഹിനോടും അള്ളാഹു ഇൽഹാം കൊടുത്തിട്ടുണ്ട്, അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നീ ചെയ്യേണ്ടത് ഏതാണ്, ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2.5 വയസ്സായ കുട്ടികള് വസ്ത്രമില്ലാതെ വീട്ടിൽ നിൽക്കുമ്പോ വിരുന്നുകാര് വന്നാൽ ഓടിയിട്ട് ഉമ്മാന്റെ അരികിലേക്ക് വരും ട്രൗസർ ഇട്ട് കൊടുക്കാൻ. ആരാണ് കുട്ടിക്ക് നാണം പഠിപ്പിച്ചു കൊടുത്തത്? അത് അള്ളാഹ് പഠിപ്പിക്കുന്ന കാര്യമാണ്. പെൺകുട്ടികൾക്ക് ആരാണ് നാണം പഠിപ്പിച്ചു കൊടുത്തത്? അത് അള്ളാഹു ഉണ്ടാക്കി കൊടുത്ത കാര്യമാണ്. അതൊക്കെ അള്ളാഹ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സോഫ്റ്റ്വെയർ കൊണ്ട് ജയിക്കണമെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഈമാന്റെ മധുരം. പക്ഷേ അതിനെ തവിടുപൊടിയാക്കുന്നവൻ പരാജിതനാണ്. അപ്പൊ നമ്മൾ കേടുവരുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തദ്സീസ് നടത്തി എന്നാണ്. തദ്സീസ് നടത്തുന്നത് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ആന കരിമ്പും തോട്ടത്തിൽ കയറിയതുപോലെ അങ്ങനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ സംസ്കാരത്തെ. ആ തസ്കിയത്തിലേക്ക് മടങ്ങുക എന്ന ഒരൊറ്റ സ്പാർക്ക് കത്തിച്ചു കൊടുക്കൽ മാത്രമേ മുഅ്മിനീങ്ങളായ ആളുകളിലേക്ക് ആവശ്യമുള്ളൂ. അതൊരു സെക്കൻഡ് കൊണ്ട് നടക്കും ചിലപ്പോ. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ്, അത് മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ആ സവിശേഷതകൾ കൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത്. ലോകത്ത് ഇസ്ലാമിലേക്ക് വന്നത് പ്രഭാഷണത്തിന്റെ മഹിമ കൊണ്ടല്ല. ആളുകൾ ഇസ്ലാമിനെ സ്വീകരിച്ചത് പ്രഭാഷണത്തിന്റെ മഹിമ കൊണ്ടോ അതല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ആധിക്യം കൊണ്ടോ അല്ല. 95,000 വരുന്ന ആളുകളാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ജിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മജ്ലിസിലൂടെ അവരുടെ ദർശനം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ജീവിതം കണ്ടുകൊണ്ടാണ്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. 1920കളിൽ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കമാൻഡർ ഇൻ ചീഫായ ഒരു ക്രൈസ്തവനായ ബ്രിട്ടീഷുകാരനായ പട്ടാളക്കാരൻ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ ആ ഭക്ഷണത്തിന്റെ മര്യാദ കണ്ടിട്ട്, ആ ഭക്ഷണത്തിൽ അവർ പാലിക്കുന്ന അദബുകൾ, ചിട്ടകൾ കണ്ടിട്ട് അയാൾ പറഞ്ഞത്, ഇസ്ലാമിന്റെ ചിട്ടകൾ ഇത്ര മനോഹരമാണെങ്കിൽ ഇവരുടെ വിശ്വാസം എത്ര മനോഹരമായിരിക്കുമെന്നാണ്. ചിട്ടകൾ മനോഹരമാണ് ഇസ്ലാമിന്റെ. അത് കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. ഉത്തരേന്ത്യയിലേക്ക് ആദ്യമായി ഇസ്ലാം വരുന്നത് വെറും 17 വയസ്സുകാരനായ മുഹമ്മദ് ഇബ്നു ഖാസിം അസ്-സഖഫി എന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. സിന്ധ് കീഴടക്കിയിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഭരണകാലത്ത് സിന്ധ് കീഴടക്കിയിട്ട് 17 വയസ്സുള്ള മുഹമ്മദ് ഇബ്നു ഖാസിം അസ്-സഖഫി എന്ന ചെറുപ്പക്കാരനാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി ഉത്തരേന്ത്യയിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവന്നത്. അങ്ങനെ സിന്ധ് കീഴടക്കി. അവിടെ ഏതാനും ചില തടവുള്ളികളെയൊക്കെ പിടികൂടി. ആ തടവുള്ളികളെ പിടികൂടിയപ്പോൾ ആ തടവുള്ളികളെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടിയിലേക്ക് പറഞ്ഞയച്ചു, ആ നാട്ടിലേക്ക് പറഞ്ഞയച്ചു.
തടവുപുള്ളികളെ. ആ തടവുപുള്ളികൾ അവിടെ എത്തിയപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അതിൽ സ്ത്രീകളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മുഹമ്മദ് ഇബ്നു ഖാസിം എന്ന ചെറുപ്പക്കാരൻ്റെ സൈനിക സേവനം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു ഖാസിം ഞങ്ങളെ ബലാത്സംഗം ചെയ്തു, ഞങ്ങളെ ലൈംഗികമായി ഉപദ്രവം ചെയ്തു എന്ന് പറയേണ്ട താമസം ഒരു ചോദ്യം പോലും ചോദിക്കാതെ, വിചാരണ പോലും നടത്താതെ മുഹമ്മദ് ഇബ്നു ഖാസിമിനെ വിളിച്ചു കൊണ്ടുവന്ന് കൊലപ്പെടുത്തി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം അങ്ങനെ ഒരു ഭരണാധികാരിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മുഹമ്മദ് ഇബ്നു ഖാസിമിനെ കൊലപ്പെടുത്തിയപ്പോഴാണ് ഈ സഹോദരി പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം പിടിച്ചു വാങ്ങിയതിന്, അവിടെ ഇസ്ലാമിനെ കൊണ്ടുവന്നതിന് പകരമായി ഈ ചെറുപ്പക്കാരന് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രതികാരം നിങ്ങളോട് പറഞ്ഞ ഈ കളവായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ചെറുപ്പക്കാരൻ 17 വയസ്സിന്റെ ചെറുപ്പമാണെങ്കിലും ഞങ്ങളോടൊരു ഉമ്മയോട് പെരുമാറുന്ന വശ്യതയിലാണ്, ഒരു സഹോദരിയോട് പെരുമാറുന്ന വാത്സല്യത്തിലാണ് പെരുമാറിയത്. കളവ് പറഞ്ഞിട്ട് കൊലപ്പെടുത്തി കളഞ്ഞു മുഹമ്മദ് ഇബ്നു ഖാസിമിനെ. ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് നമ്മൾ നടത്തിയ യുദ്ധം കൊണ്ടല്ല. യുദ്ധം കൊണ്ട് ഒരു സംവിധാനത്തിലേക്കും ആളുകൾ വരൂല. യുദ്ധം നടത്തിയിട്ട് ആളുകൾ വർദ്ധിക്കുമായിരുന്നുവെങ്കിൽ ഹിറ്റ്ലറിന്റെ കൂടെ ആളുകൾ കൂടണമായിരുന്നു, മുസോളിനിയുടെ കൂടെ ആളുകൾ കൂടണമായിരുന്നു. യുദ്ധം ഒരിക്കലും ഒരു സംവിധാനത്തിലേക്കും ആളുകളെ മനസ്സുകൊണ്ട് ആകർഷിക്കില്ല. ഇസ്ലാമിന്റെ കഥ എങ്ങനെയാണ്? 10 പേര് ഇസ്ലാമിലേക്ക് വന്നാൽ അതിന്റെ പിറകെ 10,000 കടന്നു വരുന്ന ചിത്രമാണ്. അത് ജീവിതം കൊണ്ട് ഇസ്ലാമിനെ വരച്ചു കാണിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇന്നെങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. ഇപ്പൊ കാനഡയിൽ നടന്ന ഒരു സംഭവം ഒരു സിറിയയിലെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, കാനഡയിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ക്രൈസ്തവയായ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി, പ്രണയത്തിലായി. ആ പെൺകുട്ടിയെ ഇവന് കല്യാണം കഴിക്കണം. വാപ്പാനോട് പറഞ്ഞു, വാപ്പ സമ്മതിച്ചില്ല. അപ്പോൾ വാപ്പാനോട് ചോദിച്ചു, ഞാൻ അവളെ മുസ്ലിമാക്കിയാൽ കല്യാണം കഴിക്കാൻ പറ്റൂ? ഓ പിന്നെന്താ, മുസ്ലിമാക്കിയാൽ കെട്ടാം. ഇവൻ അവളോട് പറഞ്ഞു, ഇതൊന്ന് മുസ്ലിം ആവണം, നമുക്ക് നല്ല ജീവിതം സ്വപ്നം കാണാം. അങ്ങനെ മുസ്ലിമാകാൻ പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ആശയം പഠിക്കുകയല്ലേ, അവൾക്കൊരു താല്പര്യം. എന്നാൽ ഒരു 4 മാസം സമയം തരണം, അതുവരെ ഞാൻ ഒരു വിഷയത്തിലും നീയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. 4 മാസം സമയം ഞാൻ പഠിക്കട്ടെ, ഞാൻ വായിക്കട്ടെ. വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള സോഫ്റ്റ് കോപ്പികളും ഹാർഡ് കോപ്പികളും ഒക്കെ ധാരാളമായി കൊടുത്തു. 4 മാസം കഴിഞ്ഞു, അവളെ കണ്ടു, കല്യാണമാവല്ലേ? അവൾ പറഞ്ഞു, കല്യാണം കഴിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ധാരണയായിട്ട് പിരിഞ്ഞതല്ലേ. അവൾ പറഞ്ഞു, ഞാൻ 4 മാസം പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ഇസ്ലാമിന്റെ മധുരം ഞാൻ അനുഭവിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിന്റെ ഉള്ളിൽ ഇസ്ലാമില്ല. ഇസ്ലാമില്ലാത്ത നീയുമായിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? അവളൊരു മുസ്ലിമായ ആളുകൾ പോലും ഇസ്ലാമില്ലാത്ത മുസ്ലിങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാം അങ്ങ് വലുതാവണമെന്നാണ്. ഇസ്ലാമിന്റെ വളർച്ചയുടെ പാറ്റന്റ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇസ്ലാമിനെ നമ്മൾ വളർത്തേണ്ട ഒരു കാര്യവുമില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇസ്ലാമിനെ അല്ലാഹു വളർത്തും, സംരക്ഷിക്കും, അത് വിജയമുണ്ടാകും. അത് വിജയിപ്പിക്കുന്ന വളർത്തുന്ന വഴിയിൽ കൂടാൻ അല്ലാഹുവേ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് ദുആർക്കാണ് വേണ്ടത്. ഞാൻ ഇസ്ലാമിനെ വളർത്തണമെന്ന് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ 100 പറഞ്ഞു കൊടുത്താലും ഇസ്ലാം വളരുമെന്ന് കരുതണ്ട. ഇസ്ലാമിന്റെ വളർച്ച ഈമാന്റെ മധുരത്തിലൂടെയാണ്. ആ മധുരം എനിക്കുണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ട് ബാക്കിയുള്ളവർ ഇസ്ലാമിലേക്ക് വരും. എനിക്കത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. പറച്ചിലിനപ്പുറത്തേക്ക്, പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ആന്തരികമായ ഇസ്ലാമിന്റെ മധുരത്തെ സ്വീകരിക്കാൻ കഴിയണം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്ലാമിന്റെ മധുരത്തെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവന്റെ ചലനങ്ങളിൽ, അടക്കങ്ങളിൽ, ഇരുത്തങ്ങളിലെല്ലാം ഇസ്ലാം ഉണ്ടാകും. എത്രത്തോളം കച്ചവടത്തിൽ പോലും ആ ഇസ്ലാമിന്റെ മധുരം കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, വിശ്വസ്തനായ, വഞ്ചകനല്ലാത്ത, അമാനത്തുള്ള കച്ചവടക്കാരൻ അവൻ മഅന്നബിയ്യീന വസ്സുദ്ദീഖീന വസ്വാലിഹീൻ, നാളെ സ്വാലിഹീങ്ങളോടുകൂടെ സ്വർഗത്തിലാണ്. ഒരു പണ്ഡിതനെ കുറിച്ചല്ല, ആലിമിനെ കുറിച്ചല്ല, വിശ്വസ്തയോടുകൂടി കച്ചവടം നടത്തുന്ന ആളുകൾ അവർ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ സ്വാലിഹീങ്ങളോട് കൂടെയുള്ള സ്ഥാനമാണ് അവർക്കുണ്ടാവുക.
മദീനയിലെ കച്ചവടങ്ങളിൽ വഞ്ചനയുണ്ടായിരുന്നില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് വെറും 3 കൊല്ലമാണ് കൃത്യമായി സക്കാത്ത് നടപ്പിലാക്കിയത്. കൃത്യമായി സക്കാത്ത് കൊടുത്തപ്പോ 3 കൊല്ലം കൊണ്ട് സക്കാത്ത് കൊടുത്തപ്പോ പിന്നെ ആ നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ല. കേരളത്തിലൊക്കെ കൃത്യമായി സക്കാത്തിന്റെ വിതരണം നടന്നാൽ ലോകത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക പ്രദേശം കേരളമായിരിക്കും. കാരണം എന്താ? കേരളത്തെ പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. അത്ര ജനസാന്ദ്രതയാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയാലും ഗ്രാമം കഴിഞ്ഞ് അടുത്ത ഗ്രാമത്തിലേക്ക് ഒരു 100 കിലോമീറ്റർ ഒക്കെ യാത്ര ഉണ്ടാവും. കേരളത്തിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് മലബാറിൽ ഗ്രാമങ്ങൾ അവസാനിക്കുന്നില്ല, പട്ടണങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു പട്ടണം കഴിയുമ്പോഴേക്ക് അടുത്ത പട്ടണം തുടങ്ങുകയാണ്. തിരൂര് ടൗണിലെ സക്കാത്ത് മാത്രം കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടാൽ ഈ പരിസരത്തൊന്നും പിന്നെ ദരിദ്രരായ ആളുകൾ ഉണ്ടാവില്ല. കച്ചവടത്തിന്റെ സക്കാത്ത് കൃത്യമായി വിതരണം ചെയ്യപ്പെട്ടാൽ ഓരോ കൊല്ലവും കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവടക്കാർ കൃത്യമായി വിതരണം ചെയ്താൽ ആ പ്രദേശത്ത് സക്കാത്തിന്റെ അവകാശികൾ ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം അത് ആരാധനകളുടെ ആചാരങ്ങളുടെ സമ്മിശ്രം മാത്രമായി മാറുകയാണ്? വേഷങ്ങളിൽ, പേരുകളിൽ, പിന്നെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ മാത്രം മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പൊ നിസ്കാരം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിപ്പോ ഇന്ന് ജുമഅക്ക് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ രോഗിയായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. നമ്മൾ ജുമഅക്ക് പോയാൽ ആ രോഗിയെ പിന്നെ പരിചരിക്കാൻ ആരും ഉണ്ടാവില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ജുമഅക്ക് വരേണ്ടതില്ല, ഫിഖ് അങ്ങനെ പറയണത്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാൻ എനിക്ക് അല്ലാഹു ഇതിന് അവസരം നൽകിയിട്ടില്ല. നിസ്കരിക്കാതിരിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്, നോമ്പ് നോൽക്കാതിരിക്കാൻ അവസരങ്ങളുണ്ട്. പക്ഷെ കള്ളം പറയാൻ അവസരമില്ല, വഞ്ചന കാണിക്കാൻ അവസരമില്ല. ഇന്നാലൊരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് വഞ്ചന കാണിക്കാം. അങ്ങനെ വഞ്ചനയിൽ വിട്ടുവീഴ്ചയില്ല, കാപണ്യത്തിൽ വിട്ടുവീഴ്ചയില്ല, വിശ്വസ്തതയിൽ വിട്ടുവീഴ്ചയില്ല, സത്യസന്ധതയിൽ വിട്ടുവീഴ്ചയില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയുണ്ട്. ഇബാദത്തുകളൊക്കെ അള്ളാഹുവുമായി നേരിട്ട് കണക്റ്റഡ് ആണ്, വിട്ടുവീഴ്ചയുണ്ട്. നോമ്പിന്, നിസ്കാരങ്ങൾക്ക് അല്ലേ, നിസ്കരിക്കണത് നിൽക്കാൻ കഴിയില്ല, ഇരുന്നിട്ട് മതി. ഇരുന്നിട്ട് പോലെ കിടന്നിട്ട് മതി. കിടന്നിട്ട് കഴിയില്ല, ഹൃദയം കൊണ്ട് മതി. അള്ളാഹ്ക്ക് അതൊരു കടുംപിടുത്തില്ല. പക്ഷെ കടുംപിടുത്തുള്ള കാര്യം എന്താണ്? ഒരിക്കലും വഞ്ചന നടത്താൻ പാടില്ല, സത്യസന്ധതയില്ലാത്ത ജീവിതം പാടില്ല. അതില്ലാതെ എത്ര നല്ല ആരാധനാ ശുദ്ധിയുണ്ടെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ പലപ്പോഴും പിശാചി ഇവിടെ നല്ല പണിയെടുക്കും. ഇബ്ലീസ് എങ്ങനെയാണെന്നറിയോ? നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കും, ജമാഅത്തിൽ പങ്കെടുക്കും, ഖുർആൻ ഓതും. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ തരക്കേടില്ല എന്ന് തോന്നും. ആ തരക്കേടില്ല എന്നുള്ള തോന്നലിൽ കുറച്ച് ഇപ്പം പലിശ കൊടുത്താലും വേണ്ടിയില്ല, കുറച്ച് ഇനി പോനോട് നുണ പറഞ്ഞാലും വേണ്ടിയില്ല, കുറച്ച് ഇപ്പം ഓനെ പറ്റിച്ചാലും വേണ്ടി ഞാൻ നിസ്കരിക്കണ്ടല്ലോ എന്ന് പിശാച് അപ്പുറത്ത് തോന്നൽ നൽകും. സത്യത്തിൽ വഞ്ചനയുടെ ഏതെങ്കിലും ഒരു ഭാഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത നിസ്കാരം അതിനെക്കുറിച്ചുള്ള ഖേദത്തിന്റെ കരച്ചിലാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ ഈ നിസ്കാരം കൊണ്ട് വഞ്ചനയെ മറക്കാനാണ് പലപ്പോഴും വിശ്വാസികൾ ശ്രമിക്കുക. അത് ഇബ്ലീസിന്റെ ഒരു കെണിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തും നിസ്കാരവും ഇബാദത്തൊക്കെ വളരെ കൃത്യമായ ആളുകളായിരിക്കും. പക്ഷെ വീട്ടുകാർക്ക് അവരെ കൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല. ആകെ ചീത്ത പറയലും പിന്നെ വീട്ടുകാർക്കും പിന്നെ മക്കൾക്കും ഒക്കെ അവരെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിന് സാമ്പത്തികമായിട്ട് വളരെ ക്ലിയർ ആയ ആൾക്കാരായിരിക്കും. പക്ഷെ നാവിൻ്റെ കാര്യത്തിൽ ഒരു ലൈസൻസ് ഉണ്ടാവില്ല. നാവിൽ വളരെ ക്ലിയർ ആയ ആളുകളായിരിക്കും, എന്നാൽ ലൈംഗികമായ വിശുദ്ധി ഒട്ടുണ്ടാവില്ല. പക്ഷെ ഇതൊന്നും ഇസ്ലാമല്ല. ഇതിനെയെല്ലാം മറക്കാൻ ഏതെങ്കിലും ആരാധനയോ ഏതെങ്കിലും അധികാരമോ ഏതെങ്കിലും ഒരു കർമ്മണ്ടായാൽ പോരാ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, 100% മുസ്ലിം ആകണം, 100% മുസ്ലിം ആകണം. അത് സാമ്പത്തിക വിഷയത്തിലോ അധികാര വിഷയത്തിലോ മാത്രമല്ല, എല്ലാ മേഖലയിലും മുസ്ലിം ആകണം. അത് കുട്ടികൾക്ക് ഒരു ഇസ്ലാമുണ്ട്, മുതിർന്നവർക്ക് അവരുടെ മേഖലയിൽ ഇസ്ലാമുണ്ട്, എല്ലായിടത്തും ഇസ്ലാമുണ്ട്. കുട്ടികളുടെ ഇസ്ലാം എന്താണ്? സ്കൂളിൽ പോയിട്ട് അധ്യാപകരോട് കലഹിക്കാൻ പാടില്ല, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് അവർ ചെയ്യേണ്ട ഇസ്ലാമിന്റെ മൂല്യമാണ്. ആ മൂല്യത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർക്ക് അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തിന്റെ സുഖങ്ങൾ സന്തോഷങ്ങളൊക്കെ അള്ളാഹ് കണക്കാക്കിയെങ്കിൽ അത് മതി എന്ന് പറയാൻ കഴിയുന്നവർക്ക് ഈ ഭൂമിയിൽ നിരാശയുണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വഹാബത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്ത ഏറ്റവും നല്ല മരുന്ന് എന്താണ്? ഏറ്റവും നല്ല മരുന്ന് സൗകര്യങ്ങളുടെ പറുദീസയിൽ നിന്ന് വന്ന ആളുകളും ഞാൻ അള്ളാഹിന്റെ അടിമയാകുന്നു എന്ന ഒരേ വിധാനത്തിലേക്ക് എല്ലാവരും എത്തിയെന്നതാണ്.
അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സമ്പത്തിന്റെ പറുദീസ് അനേകം ഉണ്ടായിട്ടും മദീനക്കാർക്ക് എന്തു വേണമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ കഴിഞ്ഞത്. മക്കയിലെ ഏറ്റവും കുലീനയായ രാജകുമാരിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി പാത്രം ത്വക്കിൽ വെച്ചിട്ട് മരുഭൂമിയിലൂടെ നടന്ന് വെള്ളം കൊണ്ടുവന്നിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഒരേ വിധാനത്തിലേക്ക് എല്ലാവരും എത്തി. ഞാൻ അടിമയാണ് എന്ന വിധാനത്തിലേക്ക്, അള്ളാന്റെ അടിമയാണ് എന്ന വിധാനത്തിലേക്ക് സമ്പന്നൻ ആ വിധാനത്തിലേക്ക് എത്തുമ്പോൾ ആ സമ്പന്നനെ കൊണ്ട് ദരിദ്രർക്ക് സന്തോഷമുണ്ടാകും. ദരിദ്രർ ആ വിധാനത്തിലേക്ക് എത്തുമ്പോൾ അവരെ ദാരിദ്ര്യം എന്നത് അവർ ആസ്വദിക്കും. കാരണം സമ്പന്നർക്ക് പണം കൂടുന്തോറും ഇതിന്റെ കണക്ക് പറയേണ്ടി വരുമെന്ന പേടിയുണ്ടാകും. ദരിദ്രർ ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് പടച്ചറബിന്റെ മുമ്പിൽ കണക്ക് കുറച്ചു പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ടാകും. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തിനെ മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്നത് മോഹങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനാണ്. മഹാനായ മർസദ് ഇബ്നു അബീ മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. മർസദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് എല്ലാ ആഴ്ചയും പോകും. എല്ലാ ആഴ്ചയും മദീനയിൽ നിന്ന് മക്കയിലേക്ക്. ഇന്നത്തെ പോലെയല്ല, മലകൾ താണ്ടിയിട്ട് മരുഭൂമി കടന്നു പോകണം. 500 കിലോമീറ്റർ ഉണ്ട്. മദീനയിൽ നിന്ന് മക്കയിലെത്തിയിട്ട് അവിടെ മക്കയിലെ മുസ്ലിങ്ങളായ വിശ്വാസികളെ ശത്രുക്കൾ ബന്ദികളാക്കി കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടാകും. അവിടെ മർദ്ദിക്കാൻ, ആക്രമിക്കാൻ, അവരുടെ ഈമാനിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കെട്ടിവെച്ചിട്ടുണ്ടാകും. ഇരുട്ടിലേക്ക് ചെന്നിട്ട് മർസദ് റളിയല്ലാഹു അൻഹു അവരുടെ കെട്ടഴിച്ചിട്ട് അവരെ മദീനയിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ എല്ലാ ആഴ്ചയിലും അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം മക്കയിലെത്തി. രാത്രി മക്കയുടെ ഇരുട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴുണ്ട് പുറത്തു നിന്നൊരു പെണ്ണിന്റെ ശബ്ദം. മർസദാണോ? അതേ. തിരിഞ്ഞു നോക്കുമ്പോൾ അനാഖ് എന്ന പെൺകുട്ടിയാണ്. മർസദ് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനാഖുമായിട്ട് പ്രണയത്തിലായിരുന്നു. അനാഖ് പറഞ്ഞു, മർസദേ, എത്ര നല്ല മനോഹരമായ ഓർമ്മകളാ നഷ്ടപ്പെട്ടത്. നീ ഈ രാത്രി എന്റെ കൂടെ വരൂ, നമുക്കൊരുമിച്ച് ശയിക്കാം. മർസദ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. മർസദ് പറഞ്ഞു, അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ് വ്യഭിചാരം, എനിക്കൊരിക്കലും കഴിയില്ല. ഹറമല്ലാഹു സിനാ, അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്, എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ അനാഖ് പറഞ്ഞു, മർസദേ, എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് നീ ഇവിടെ ഇതാ ബന്ദികളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെന്ന് പറയും. മർസദ് പറഞ്ഞു, ഇജി വിളിച്ചോ? അനാഖ് ആളുകളെ വിളിച്ചു. യാ അഹ്ലൽ ഖിയാം, ഹാദർ റജുൽ യഹ്മിലു സറാഅകും, നിങ്ങളുടെ തടവുകാരെ ഇതാ കൊണ്ടുപോകുന്നു, വേണമെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞ് അനാഖ് ഒച്ചയിട്ടു. ആളുകൾ ഓടിക്കൂടി. മർസദ് റളിയല്ലാഹു അൻഹു ഒരു പാറ ഇടുക്കിന്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. അവരിങ്ങനെ വരുന്നുണ്ട്, പരതി നോക്കുന്നുണ്ട്. പക്ഷെ മർസദിനെ പിടികിട്ടിയില്ല. അവസാനം രക്ഷപ്പെട്ടിട്ട് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മദീനത്തേക്ക് ചെന്നു. മദീനത്ത് ചെന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ മക്കയിൽ നിന്ന് മടങ്ങി വന്നത് മുതൽ അനാഖിന്റെ മുഖം എൻ്റെ മനസ്സിലാണ്. അവളോട് എനിക്ക് മോഹമുണ്ട്. ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ. അവൾ വ്യഭിചാരിയാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കട്ടെ. നബി തങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നു. മർസദ് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന സ്വഹാബിയാണ്. മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ മൗനം പാലിച്ചു നിൽക്കുന്ന ഹബീബിന്റെ അരികിലേക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആയത്ത് ഓതി കൊടുക്കുന്നത്. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക. വ്യഭിചാരിയെ വ്യഭിചാരി മാത്രമേ കല്യാണം കഴിക്കൂ. വ്യഭിചാരിയായ ആണിനെ വ്യഭിചാരിയായ പെണ്ണാണ് ചേരൂ. അതുകൊണ്ട് നീ അവളെ കല്യാണം കഴിക്കണ്ട എന്ന കൽപ്പന വന്നപ്പോഴേക്ക്, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം വന്നപ്പോഴേക്ക് മർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അത് മതി, ഞാൻ ഇനി അവളെ കുറിച്ച് ആലോചിക്കില്ല. അല്ലാഹു പറയുന്ന മുറക്കെ റളീതു ബില്ലാഹി റബ്ബാ, എൻ്റെ ചിന്ത എന്താകണമെന്ന്, എൻ്റെ മോഹം എന്താകണമെന്ന്, എൻ്റെ വികാരം എന്താകണമെന്ന് അല്ലാഹു എന്നോട് പറയുമ്പോ റളീതു ബില്ലാഹി റബ്ബാ, അവിടെ നിൽക്കാൻ എൻ്റെ മനസ്സിനോട് പറയാൻ കഴിയുന്ന ഈമാൻ, ആ ഈമാൻ ഉള്ളവർക്കാണ് ഇസ്ലാം അഭിമാനമായി മാറുക. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, എല്ലാവരും ഉള്ളിലുണ്ട്. കാരണം എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അവരെ പിന്നെ സാഹചര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയാണ്.
ഒരു ചെറിയ ഒരു വിളക്ക് കൊളുത്തി കൊടുത്താൽ വളരെ പെട്ടെന്ന് മടങ്ങി വരാൻ കഴിയും. നമ്മളൊക്കെ തിന്മയിൽ ഇങ്ങനെ വർഷങ്ങളോളം തിന്മയിൽ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ മധുരം നമുക്ക് നുകരാൻ കഴിയാത്തത്. ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ, ഒരു സൂഫിയുടെ, ഒരു നല്ല മുത്തഖിയായ മനുഷ്യൻ്റെ അരികിൽ പോയിരുന്നിട്ട് ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങാൻ സാധ്യതയുണ്ട്. ഹൃദയം ആ തോട് പൊളിച്ചിട്ട് ഈമാന്റെ പ്രകാശം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു സഹോദരൻ, ഒരു ദാഇ, പ്രബോധകൻ ഒരിക്കൽ പങ്കുവച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. വിശുദ്ധ ഇസ്ലാമിനെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് അയാൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം ഓതി കൊടുത്തുള്ളൂ. 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി കൊടുത്തു. അത് മാത്രം സംസാരിച്ചിട്ട് അവസാനം ഇതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ഓതി കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അയാൾ പറയുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ഓതി തന്ന വചനത്തിന്റെ മധുരമെന്തോ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിലച്ചു നിൽക്കുകയാണ്. ഒന്ന് കാണണം. വന്ന് കണ്ടിട്ട് ഒരൊറ്റ കരച്ചിലാണ്. എന്നിട്ട് എനിക്ക് ഇസ്ലാം ആകണമെന്ന് മോഹം പറയുന്നു. ഇസ്ലാമിലേക്ക് പെടുന്നനെ കടന്നു വരുന്ന കാഴ്ച. എത്ര ആളുകളാണ് കടന്നു വരുന്നത്. BBC അടുത്ത് റിപ്പോർട്ട് ചെയ്ത ഡോക്യുമെന്ററി ഉണ്ട്. ബ്രിട്ടനിലെ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ച. അവർ പർദ്ദ ധരിച്ചിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ ഞങ്ങൾ തിരിച്ചു നേടിയിട്ടുണ്ട് എന്ന് പറയുന്നു പെൺകുട്ടികൾ. ബ്രിട്ടനിലെ പെൺകുട്ടികൾ. വിക്ടോറിയ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. അവിടെയുള്ള പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെയാണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എന്താ പറയുന്നത്? പർദ്ദ ധരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഓരോ വസ്ത്രമായിട്ട് അഴിച്ചു മാറ്റുന്ന തിരക്കിലാണ്. നമ്മളുടെ നാട്ടിലെ സംസ്കാരം 30 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയവരാണ് ബ്രിട്ടീഷുകാര്. അവർ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, ഇതൊരിക്കലും മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം പകരുന്നില്ല. ആശ്വാസം പകരുന്നത് ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. ഘട്ടം ഘട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ മടങ്ങുന്നു. നമ്മളിവിടെ ഇങ്ങനെ നമ്മുടെ ഏതാനും പേര് കൊണ്ട് ഇസ്ലാമായി രേഖയിൽ മുസ്ലിമാണ് എന്ന ഒരൊറ്റ ആനുകൂല്യത്തിന്റെ പിറകെ നടക്കുമ്പോൾ അവരുടെ പേരൊരു പക്ഷേ പഴയ പേരായിരിക്കും. ഹൃദയത്തിൽ ഇസ്ലാമിന്റെ മധുരം ഏറ്റി നടക്കുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട് എന്നും. അതൊക്കെ എങ്ങനെയാണ്? ചൈനയിലെ ഉയ്ഗൂരിലെ ഒരു സഹോദരൻ എനിക്ക് നേരിട്ടറിയാം. അയാൾ എന്നോട് പറഞ്ഞത്, അലി എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞത്, മാസങ്ങളായി ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാസങ്ങളായി ഉയ്ഗൂരിൽ നിന്ന് ഇസ്ലാമിക രാജ്യത്തേക്ക് വന്നത് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. ഉയ്ഗൂരിൽ അവൻ്റെ സഹോദരങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തി കളയാണ്. ആ നാട്ടിൽ ജനിച്ച മണ്ണിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും എനിക്കിനി പ്രതീക്ഷയില്ല എന്നാണ് ആ കൂട്ടുകാരൻ പറഞ്ഞത്. ജനിച്ച മണ്ണ് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ജനിച്ച മണ്ണിലേക്ക് മടങ്ങിപ്പോകാൻ പ്രതീക്ഷയില്ലാത്ത മുസ്ലിമീങ്ങൾ അന്യനാട്ടിൽ അഭയാർത്ഥികളായിട്ട് ഇന്നും കഴിഞ്ഞുകൂടുന്നുണ്ട്. നിങ്ങൾ ഈജിപ്തിലേക്ക്, ലിബിയയിലേക്ക് ഒന്ന് പോയി നോക്കണം. സിറിയയിലെ ബാലികമാര്, കുഞ്ഞു ബാലികമാര് ആ സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുണ്ട് രാജ്യങ്ങളിൽ. എന്താണ് അഭയാർത്ഥികളുടെ കഥ? അഭയാർത്ഥികൾക്ക് രാജ്യമുണ്ട്, ഒരു മണ്ണിലേക്ക് വന്നു എന്നല്ലാതെ അവർക്ക് വീടില്ല, കുടുംബങ്ങളില്ല, ഭക്ഷണങ്ങളില്ല. നല്ല കാണാൻ ചന്തമുള്ള കൊച്ചുമക്കള്, നമ്മുടെ വീട്ടിലൊക്കെ പറുദീസയിൽ കഴിയുന്ന പോലെ സുഖിക്കുന്ന മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അങ്ങാടിയിൽ വന്നിട്ട് ചെറിയ റൊട്ടി കഷ്ണങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരാണ്. ഇസ്ലാമിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത്. അല്ലേ? ഷെയ്ഖ് ജറാഹ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്താണ് ഫലസ്തീനിൽ ആക്രമണമുണ്ടായത്. ജൂതന്മാരുടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ഷെയ്ഖ് ജറാഹിന്റെ പരിസരത്ത് കുടിയൊഴിപ്പിക്കൽ, നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കൽ കൊറോണയുടെ കാലത്തുണ്ടായി. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ച തൻ്റെ കൂടെ അടുത്ത മാസം കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ഈ ആക്രമണത്തിൽ, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയി. ആ കൊല്ലപ്പെട്ടു പോയ കുട്ടിയുടെ ജനാസ ഖബറടക്കുന്നുണ്ട്. ആ ജനാസ ഖബറടക്കുന്നതിന്റെ അരികത്ത് ഈ ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. എത്ര മോഹങ്ങൾ ഉള്ളിൽ ബാക്കിയാക്കിയിട്ടാണ്. അവന്റെ അരികിലേക്ക് അൽ ജസീറയുടെ പത്രക്കാർ ചെന്നിട്ട് ചോദിച്ചു, മോനെ വിഷമമില്ലേ? അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എനിക്കൊരു സങ്കടവുമില്ല. ശുഹദാക്കളായ ആളുകൾക്ക് നാളെ 100ഓളം വരുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ കഴിയുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിളിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്കൊരു പേടിയുമില്ല എന്ന് പത്രക്കാരോട് ചെറുപ്പക്കാരൻ പറയുന്ന കാഴ്ച ഇന്നും നിങ്ങൾക്ക് പരതിയാൽ കാണാൻ കഴിയും. ഖൽബിലാണ് ഈമാൻ വേണ്ടത്, കർമ്മങ്ങളിലല്ല. കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങരുത്.
ഖൽബിലേക്കാണ് ഈമാനെ കുടിയിരുത്തേണ്ടത്. അത് റദീതു ബില്ലാഹി റബ്ബ എന്ന് പറയാൻ കഴിയണം. മക്കളെ പഠിപ്പിക്കണം. ചെറിയ മക്കളെ കുഞ്ഞുനാളിലേ പഠിപ്പിക്കണം. ഇപ്പോഴത്തെ മക്കൾക്ക് പെട്ടെന്ന് ടെൻഷൻ വരും ചെറിയ കാര്യങ്ങൾക്ക്. റദീതു ബില്ലാഹി റബ്ബ എന്ന് പറയണം. മോനെ, നമുക്ക് അല്ലാഹ് ഇതല്ലേ തന്നത്, ഇതിൽ സന്തോഷിച്ചാൽ അല്ലാഹു നമുക്ക് സമ്മാനം നൽകുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മുടെ വികാരങ്ങൾക്കും മോഹങ്ങൾക്കും അപ്പുറത്ത് അല്ലാഹുവിന്റെ ഇഷ്ടത്തെയും തൃപ്തിയെയും താല്പര്യപ്പെടാൻ പഠിപ്പിക്കണം. സ്വഹാബത്തിന് ഘട്ടം ഘട്ടമാക്കി പഠിപ്പിച്ചത്, സംസ്കരിച്ചത് അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തിയിട്ടല്ല, വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എഴുതരുതെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ നാട്ടുകാർക്ക് മാറ്റം ഉണ്ടായത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇഫ്ക് സംഭവം, വ്യഭിചാരോപണം വരെ ഉണ്ടായി അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണം. ആയിഷ ബി മറ്റൊരാളുടെ കൂടെ വാഹനത്തിൽ ഒറ്റക്ക് പോയി എന്നതാണ്. ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ആയിഷ ബീവി സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ഒറ്റക്കാണ്. നബി തങ്ങളുടെ വീട്ടിലുമാണ്. ഇടക്ക് വന്ന് കാണുമെന്നതിനപ്പുറത്തേക്ക് ബന്ധങ്ങളില്ല. ആയിഷ ബീവിക്ക് വല്ലാത്ത മനോവ്യതയാണ്, വല്ലാത്ത വിഷമമാണ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. മനപ്രയാസം കൂടി വരുന്നു. സിദ്ദീഖ് തങ്ങൾ എന്താണ് ചെയ്യുക എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഹബീബാണ്, ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട മകളാണ്. അങ്ങനെ ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അമ്മായി ഈ മറക്കിരിക്കാനൊക്കെ പോകുന്ന കൂട്ടത്തിൽ അമ്മായിയാണ് തുണക്ക് പോയത്. അപ്പൊ അമ്മായി ഇങ്ങനെ പോണ പോക്കിൽ ഇങ്ങനെ പറഞ്ഞു, ആ മിസ്തഹ് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. മിസ്തഹ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങളുടെ പെങ്ങളെ കുട്ടിയാണ്, ആയിഷ ബീവിയുടെ അമ്മായിയുടെ കുട്ടിയാണ്. അപ്പൊ മിസ്തഹ് എന്താ പറഞ്ഞു? മിസ്തഹാണ് ഇതൊക്കെ പറഞ്ഞിറക്കണത് നാട്ടുകൂടെ. ആയിഷ ബീവി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിറക്കണതിൽ ഒരാൾ മിസ്തഹാണ്. ആരാണ് മിസ്തഹ്? മിസ്തഹ് ഇബ്നു അബീ ഉസാസ റളിയല്ലാഹു അൻഹു. മിസ്തഹിന്റെ ഫുള്ള് ചെലവും കൊടുക്കുന്നത് സിദ്ദീഖ് തങ്ങളാണ്. അമ്മോന്റെ ചെലവിലാണ് മകളുടെ കുട്ടിയും മച്ചുണിയും വളരുന്നത്. സിദ്ദീഖ് തങ്ങൾക്ക് സഹിക്കോ? സിദ്ദീഖ് തങ്ങൾ സൗമ്യനാണ്, പാവമാണ്. പക്ഷേ സ്വന്തം മകളെ കൊണ്ട് എൻ്റെ ചെലവിൽ കഴിയുന്ന ഒരാള് എൻ്റെ മകളെ കുറിച്ച് ആരോപണം പറഞ്ഞു നടന്നാൽ ക്ഷമിക്കോ, സഹിക്കോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ അബദാ, ഞാൻ മിസ്തഹിന് 5 പൈസ ഞാൻ കൊടുക്കൂല. സിദ്ദീഖ് തങ്ങൾ കട്ടായം പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ തീർത്തു പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരം അറിഞ്ഞത്. അപ്പോഴാണ് സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സആ, നിങ്ങൾക്ക് അല്ലാഹു ഔദാര്യമായി നൽകിയ സമ്പത്തുള്ളവരെ, അള്ളാന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ ഓശാരത്തിൽ നിന്ന് പടച്ച റബ്ബ് ദാനം നൽകിയ സമ്പത്ത് കയ്യിലുള്ള ആളുകൾ നിങ്ങൾ ഇങ്ങനെ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കൂല എന്ന് സത്യം പറയരുതേ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മാപ്പ് കൊടുക്കണം, മറച്ചു കൊടുക്കണം. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടല്ലേ? ഈ ആയത്ത് കേട്ടപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾക്ക് ആകെ കുറച്ചിലായി. എന്നെ പഠിപ്പിക്കാൻ ഒരു ആയത്തിറങ്ങേണ്ടി വന്നല്ലോ, എനിക്ക് ഇസ്ലാമിന്റെ സ്വഭാവം പഠിപ്പിക്കാൻ ഒരു ആയത്തിറങ്ങേണ്ടി വന്നല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ ഞാൻ ഇതാ പിൻവലിച്ചു, എനിക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് മതി, മിസ്തഹിന് ഞാൻ വീണ്ടും കൊടുക്കാം. അല്ലേ? നമ്മുടെ മനസ്സ് സ്വന്തം മകളെ പറ്റിയിട്ട് ആരോപണം നടത്തിയ ഒരാൾക്ക് വീണ്ടും കൊടുക്കാം എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ കുറിച്ച് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും കൂടി ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ വെച്ചിട്ട് ഒരാൾ സിദ്ദീഖ് തങ്ങളെ ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങളെ ചീത്ത പറയുന്നുണ്ട്, നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. ചീത്ത ഇങ്ങനെ കൂടിയ സമയത്ത് സിദ്ദീഖ് തങ്ങൾ തിരിച്ചങ്ങോട്ട് ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ നബി തങ്ങൾ അവിടെ ദേഷ്യപ്പെട്ട് എണീറ്റ് പോയി. അപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് അത് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്നെ ചീത്ത പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചിട്ടിരിക്കുകയാണ് അവിടെ. ഞാൻ തിരിച്ചങ്ങോട്ട് 2 എണ്ണം പറഞ്ഞപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് എണീറ്റ് പോവുകയും ചെയ്തു. ഇതെന്ത് പരിപാടിയാണ്?
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നബി തങ്ങൾ ആ സിദ്ദീഖ് തങ്ങളോട് പറയുകയാണ്, സിദ്ദീഖ് തങ്ങളെ, നിങ്ങളോട് അയാൾ ദേഷ്യപ്പെടുന്ന സമയത്ത്, നിങ്ങളിങ്ങനെ മൗനിയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമീപത്ത് നിന്നൊരു മലക്ക് അയാളെ അങ്ങോട്ട് ശപിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് മലക്കിന്റെ പണി നിങ്ങൾ ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് നിങ്ങൾ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് പിശാച് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. പിശാചിരിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരിക്കുക? അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് പോയത്. എന്നിട്ട് സിദ്ദീഖ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന 3 ഉപദേശങ്ങളുണ്ട്. 3 വസ്തുതകൾ തിരിച്ചറിയണമെന്നാണ്. സലാസുൻ കുല്ലുഹുന്ന ഹഖ് മാ മിൻ അബ്ദിൻ ദുലിമ ബിമദ്ലമാ. ഏതൊരു മനുഷ്യനാണെങ്കിലും അല്ലാഹുവിന്റെ അടിമയെ ആരെങ്കിലും ഒരാൾ ആക്രമിച്ചാൽ, ആ അക്രമം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ ഫയുഅദ്ദി അൻഹാ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ മാത്രം വിചാരിച്ചിട്ട് അതിനോട് പ്രതികരിക്കാതെ മൗനം പാലിച്ചിരുന്നാൽ, ഇല്ലാ അഅസ്സല്ലാഹു ബിഹാ നസ്റഹു, അല്ലാഹു അയാളെ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവാണ് ഇസ്സത്ത് കൊടുക്കുന്നത്. ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, ഭൂമിയിൽ അല്ലാഹു എല്ലാവർക്കും അവൻ മാത്രമാണ് ഇസ്സത്ത് കൊടുക്കുന്നത്. ആ ഇസ്സത്ത് ഒരിക്കലും അല്ലാഹനെ ധിക്കരിക്കുന്നവർക്കോ അല്ലാഹന്റെ അടിമകളോട് ധിക്കാരം കാണിക്കുന്നവർക്കോ അല്ലാഹു കൊടുക്കൂല. പക്ഷെ ഇസ്സത്ത് ഇന്ന് കുഴിച്ചിട്ട് മാങ്ങന്റെ അണ്ടിയിൽ നാളെ തന്നെ മാങ്ങണ്ടാവണമെന്ന് കേൾക്കാൻ പറ്റൂലല്ലോ. ഇസ്സത്ത് ഇപ്പോഴാവൂല കിട്ടുക, കുറച്ചാണ് കഴിഞ്ഞാലാവും കിട്ടുക, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പറയലില്ലേ, ചില ആളുകളെ പറ്റിയിട്ട് എന്നും പ്രയാസമാണ്. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നത് കണ്ടു. പഴയ കാർ ദർസിൽ പഠിപ്പിച്ച ഉസ്താദാണ്. അപ്പോൾ എന്തിനാ വന്നിക്കണത്? ഈ ഉസ്താദ് പഠിച്ചിരുന്ന ദർസിൽ നിന്ന് ഉസ്താദിനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവിടെ കമ്മിറ്റിക്കാരെ കൂടെ ഉസ്താദിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ട് കൂടെ നടന്നിരുന്ന ആളായിരുന്നു. ആര്? സ്വന്തം മുത്തഅല്ലിം. ആ മുത്തഅല്ലിം ഒക്കെ കഴിഞ്ഞിട്ട് മുത്തഅല്ലിം വന്നിട്ട് പറയാണ്, ഉസ്താദെ, അന്ന് ഞാൻ നിങ്ങളെ കുറേ ഇടങ്ങറാക്കി, നിങ്ങൾക്കത് അറിയില്ല. നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് ഇൽമ് പഠിപ്പിച്ചെന്ന ഉസ്താദിനെ ഞാൻ കുറേ ഇടങ്ങറാക്കി. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരെ ഗുണം പിടിച്ചിട്ടില്ല. സംഗതി ഉസ്താദും കമ്മിറ്റിക്കാരും നല്ല സൗഹൃദത്തിലൊക്കെ മുന്നോട്ട് പോയി. ഒരാഴ്ചയിൽ ഒരു പണിയെടുത്ത് എന്ന കാരണത്താൽ ഈ കുട്ടിയുടെ ജീവിതം തന്നെ തകരാറിലായി. 20 കൊല്ലം കഴിഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ചില പ്രദേശങ്ങളിൽ നമ്മൾ കാണാൻ പറ്റും. ഒന്നാളിപ്പോൾ ഒരു സ്ഥലത്ത് പറ്റിയൊരു ഉസ്താദ് പറയുന്നുണ്ട്, അവിടെ എന്നും ക്യാൻസറും മാരകമായ അസുഖങ്ങളാണ്. അപ്പോൾ എന്താണ് ആ ഉസ്താദ് പറയുന്നത്? പണ്ട് വഖഫിൻ്റെ മുതലുകൾ കൈവശപ്പെടുത്തിയ ധാരാളം ആളുകൾ ഈ പ്രദേശത്തുണ്ട് എന്ന് പറഞ്ഞു. ഈ വഖഫിൻ്റെ മുതലുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെ അധീനപ്പെടുത്തിയാൽ അള്ളാഹു തആല അത് വെറുതെ വിടൂല. അങ്ങനെ ചില കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഇന്നോ നാളെയോ അല്ല അതിന് റിസൾട്ട് ഉണ്ടാവുക. ഒരു 10 കൊല്ലം ചിലപ്പോൾ നമ്മുടെ കുട്ടികളിലായിരിക്കും അതിന് റിസൾട്ട് ഉണ്ടാവുക, നമ്മുടെ തലമുറകളിലായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. ഒരാൾ അക്രമിയായി കഴിഞ്ഞാൽ അക്രമി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ അക്രമം സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് നിന്നാൽ ഇല്ലാ അഅസ്സല്ലാഹ്, അല്ലാഹു തആല അയാളെ ഇസ്സത്തിലാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇസ്സത്തിന് വേണ്ടി ദ്വാരന്നാ മതി. പക്ഷെ നമുക്കെന്താ, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ തന്നെ ജയിക്കണം എന്ന ഒരു അഹങ്കാരത്തിൻ്റെ മോഹമാണ്. അതുണ്ടാകാൻ പാടില്ല. അള്ളാഹ് ഇസ്സത്തിലാക്കും. അള്ളാഹ് ഇസ്സത്തിലാക്കിയിട്ടുണ്ട് എത്ര പേരെ, അല്ലേ? സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരെ അള്ളാഹു ഇസ്സത്തിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ജീവിതത്തിൽ ഇസ്സത്തുള്ള ആളുകൾ മാതാപിതാക്കളുടെ പൊരുത്തമുള്ളവരായിരിക്കും. തൻ്റെ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് നാട്ടിലെ മഹലിൻ്റെ കാര്യത്തിന്, പള്ളിയുടെ കാര്യത്തിന്, മദ്രസയുടെ കാര്യത്തിന് ഓടി നടന്ന ആളുകൾക്ക് അവർക്ക് അല്ലാഹു തആല നമ്മളറിയാതെ ഇസ്സത്ത് കൊടുക്കും. ഒരുപക്ഷെ അവർക്ക് ചെറിയ ശമ്പളമൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ കാണാം ഒരു ബുദ്ധിമുട്ട്, അലട്ടലും വിഷമമൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകും. നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന ആളുകൾ അവർക്ക് എന്നും ടെൻഷനാണ്, വിഷമങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, ഇല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത ആളുകൾ അള്ളാഹ് ഏറ്റെടുക്കും. എത്രയോ ആളുകൾ നമ്മുടെ പല മഹല്ലുകളിലും ആ മഹല്ലുകളുടെ ദീനീ കാര്യങ്ങൾ, അവിടുത്തെ മജ്‌ലിസുന്നൂർ, സ്വലാത്ത്, പള്ളിപ്പണി ഇതൊക്കെ ഓടി നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് വേണ്ട സൗകര്യങ്ങളോ മറ്റൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ ജീവിത സന്തോഷമായിരിക്കും. ആ സമയത്ത് എനിക്ക് പണിയുണ്ട്, ജോലിയുണ്ട്, തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർ കാണാൻ പിന്നെ കുറച്ച് പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്നും തിരക്കന്നേക്കാരം, അവനവൻ്റെ ആരോഗ്യം ബന്ധപ്പെട്ടിട്ട് തിരക്കായിരിക്കും. അവർക്ക് പിന്നെ ഒരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അല്ലാഹു തആല ഇസ്സത്ത് കൊടുക്കും, കാത്തിരിക്കണമെന്നാണ്.
നബി തങ്ങൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വമാ ഫതഹ റജുലുൻ ബാബ അത്യത്തിൻ യുരീദു ബിഹാ സ്വിലതൻ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറാ. ഒരാൾ ദാനം കൊടുത്താൽ കുടുംബത്തിനോ തന്റെ കൂട്ടുകാർക്കോ ദാനവുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ദാനം കൊടുത്തു, അയാൾ ഉദ്ദേശിച്ചത് ഖറാബത്ത് ബന്ധം കൂടുതലാകണമെന്നാണെങ്കിൽ അല്ലാഹു തആല അത് കൂടുതലാക്കുക തന്നെ ചെയ്യും. അകന്നു നിൽക്കുന്ന ബന്ധങ്ങൾ അടുക്കാനുള്ള ഏറ്റവും നല്ല ഫോർമുലയാണ് നമ്മളോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് ദാനം കൊടുക്കുക. പടി കുറച്ചുണ്ടാവും. നമ്മളെങ്ങനെ ചീത്ത പറയുന്ന തെറി പറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ കാണാം, ഒരാൾ അബൂ ഹനീഫ ഇമാമിന് ഗീബത്ത് പറഞ്ഞു എന്ന വാർത്ത കിട്ടി. അബൂ ഹനീഫ ഇമാം എന്ത് ചെയ്തത്? നല്ല ഒരു പുതിയ അലുവ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മധുര പലഹാരങ്ങൾ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇയാൾ വീട്ടിൽ ആളില്ല. ആള് വന്ന് നോക്കിയപ്പോൾ അയാൾ അതിങ്ങനെ കണ്ടു. അയാളിങ്ങനെ നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ കുറേ സൽക്കർമ്മങ്ങൾ എനിക്ക് തന്നതിന് നന്ദി, പകരം ഈ മധുര പലഹാരം അവിടെ വെച്ചോളൂ. അല്ലേ? നമ്മളെ ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ, ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞാൽ, കലഹം നടത്തിയാൽ അയാളുടെ അമലുകളൊക്കെ ഇങ്ങോട്ട് പോരുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറഞ്ഞത്, നന്മയെ നന്മ കൊണ്ടാണ് നിങ്ങൾ എതിർക്കേണ്ടത്. നന്മയെ നന്മ കൊണ്ടാണ് കൈകാര്യം തിന്മയെ നന്മ കൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന ആളുകളോട് അങ്ങോട്ട് നന്മ ചെയ്താൽ അവന്റെ നാണം അവനെ പിരിതിരിച്ചക്രമിക്കാൻ സമ്മതിക്കൂല. ഉറപ്പല്ലേ? അകന്നു നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരാൾ അങ്ങോട്ടൊരു സ്റ്റെപ്പ് മുമ്പിൽ നിന്നിട്ട് ഒരു ദാനം കൊടുത്താൽ മതി. ഒരു അത്വയ്യത്ത്, എന്തെങ്കിലും ഒരു ദാനം, എന്തെങ്കിലും ഒരു സഹായം. ആരുമില്ലാതെ അങ്ങനെ ഇടങ്ങറായി ഒരു അസുഖമൊക്കെ വന്ന് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന കാശെടുത്തിട്ട് അത് അവിടെ വെച്ചോ. കൊല്ലങ്ങളായി പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ചിലപ്പോൾ ഈ ഒരൊറ്റ ദാനം മതി ആ സ്വീലത്ത് വർദ്ധിപ്പിക്കാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ചോദിക്കൽ തന്നെ ഒരു ഏർപ്പാടാക്കി കഴിഞ്ഞാൽ, ചോദിക്കൽ യാചന എന്നൊരു ഏർപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നെ കാലാകാലം യാചിക്കേണ്ട പണിയെ അല്ലാഹു അയാൾക്ക് കൊടുക്കുള്ളൂ. യാചന ഒരു ഏർപ്പാടാക്കരുത്. യാചന നടത്താൻ അയാൾക്ക് കഴിയാത്ത വിധം അയാൾ അങ്ങോട്ട് സഹായിക്കുന്ന സ്ഥിതി ഉണ്ടാവണം. അതിനാണ് സ്വതക്കയും സക്കാത്തൊക്കെ നിർബന്ധാക്കിയത്. ആളുകൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. പക്ഷെ ചോദിക്കേണ്ട സാഹചര്യമുള്ളവർ മനസ്സിലാക്കേണ്ടത്, ചോദിക്കുക എന്നത് ഏർപ്പാടാവും ചെയ്യരുത്. അത് രണ്ടും അപകടമാണ്. ചോദിക്കുക എന്നത് ഏർപ്പാടായി കഴിഞ്ഞാൽ ആ ചോദിക്കേണ്ട അവസ്ഥയെ അള്ളാഹു എന്ന് നിലനിർത്തുമെന്ന് അയാൾക്ക് പിന്നെ ഖില്ലത്തേ ഉണ്ടാവൂ. നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ പിന്നെ പ്രതീക്ഷിക്കാതെ സമയത്ത് അള്ളാഹു തആല നന്മയുടെ കവാടങ്ങൾ നമ്മിലേക്ക് ഇങ്ങനെ തുറന്നു തരും. എപ്പോ? അള്ളാഹുവിൻ്റെ ഖദാഇൽ ഖദറിൽ നമുക്ക് റിളയുണ്ടായി കഴിഞ്ഞാൽ. അതാ പറഞ്ഞത്, റളിയതു ബില്ലാഹി റബ്ബ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലണമെന്നാണ്. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളൊക്കെ എടുത്തു നോക്കിയാൽ അതൊക്കെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് റളിയതു ബില്ലാഹി റബ്ബ, അള്ളാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, ഇസ്ലാമാണ് എൻ്റെ ദീൻ, ഹബീബാണ് എൻ്റെ പ്രവാചകർ എന്ന് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞിട്ട് ഞാൻ ദുനിയാവിലേക്ക് ഇറങ്ങണം, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ റബ്ബായ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്, ദീനായ ഇസ്ലാമിന് ഇഷ്ടമില്ലാത്തത്, എൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയാൻ പാടില്ല. ഈ ദിക്ർ ഖൽബ് കൊണ്ട് നമ്മൾ ഉരുവിട്ടാൽ, നാവ് കൊണ്ട് ദിക്ർ എല്ലാം എളുപ്പമാണ്. മഹാന ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ദിക്റുകൾ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമാണ് അൽ അദ്കാർ. ആ അദ്കാറിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാവ് കൊണ്ട് അനേകം ദിക്റുകൾ ചൊല്ലുന്നതിനേക്കാൾ ഹൃദയം കൊണ്ടൊരു ദിക്ർ മതി. ഹൃദയം കൊണ്ട് ഒരു ദിക്ർ മതി. ആ ദിക്ർ ഖൽബിൽ കൂടുതൽ മുഅസ്സിറാണ്, ഫലം ചെയ്യുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഖളാഇൽ ക്ഷമിക്കാനുള്ള കരുത്താണ്. അള്ളാഹിൻ്റെ ഖളാഇൽ ക്ഷമിച്ചാൽ, അള്ളാഹിൻ്റെ ഖളാഇൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രയാസമുള്ള, നമ്മൾ അപ്രതീക്ഷിതമായി വരുന്ന ഒരു വിപത്തിൽ ക്ഷമിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം നൽകുന്നു. പക്ഷേ സ്വബറിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്! സ്വബറിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്! സമ്പത്തിൽ പിന്നെ നമുക്കാകെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിലാണ്. യഥാർത്ഥ ക്ഷമ അതല്ല. യഥാർത്ഥ ക്ഷമ അതല്ല. സമ്പത്തും സൗകര്യങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യവുമുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ടി വരുന്നത്. സമ്പത്തുള്ളവനാണ് ഹറാമിലേക്കുള്ള വാതിലുകൾ കൂടുതൽ തുറക്കുക. കാശില്ലാത്തവനെ ഹറാമിനെ കാണാനോ ചെയ്യാനോ അതിലേക്ക് പ്രേരിപ്പിക്കാൻ കയ്യിൽ കാശില്ല, അവനെക്കൊണ്ട് ആലോചിക്കാൻ പോലും സമയമില്ല. പക്ഷെ സമ്പത്തുള്ളവനാണ് കൂടുതൽ അതിലേക്ക് മോഹങ്ങൾ തുറക്കുക.
ധനികരായ ആളുകൾക്കാണ് കൂടുതൽ അതിലേക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുക. ആരോഗ്യമില്ലാത്ത ആളുകളെക്കാൾ ആരോഗ്യമുള്ള ആളുകൾക്കാണ് ഹറാമിലേക്ക് കൂടുതൽ വാതിലുകൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തിന്മകൾക്ക് പോകാതെ ക്ഷമിച്ചു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ക്ഷമ. കയ്യിലൊരു മുറി ഉണ്ടായിട്ട് വേദന സഹിക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായിട്ട് ആ മുറിയിൽ ക്ഷമിക്കുക എന്നത്. ഹൃദയത്തിൻ്റെ മുറിവെന്താണ്? ഹൃദയം അള്ളാഹുവിൻ്റെ നൂറ് കൊണ്ട് പൊതിയപ്പെട്ട ഹൃദയത്തിൽ തിന്മയുടെ പിശാചിൻ്റെ കറ വന്ന് മുറിഞ്ഞ് 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 അതൊരു വേദനയായിട്ട് അനുഭവപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട ക്ഷമയുണ്ട്. തിന്മയിലേക്ക് പോകാതെ എൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു ക്ഷമ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു താരീഖുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ. ഉർവ റളിയല്ലാഹു അൻഹു ഭയങ്കര ക്ഷമയുള്ള, അള്ളാഹു ജീവിതത്തിൽ ഇത്രമേൽ പരീക്ഷണം കൊടുത്ത ഒരാളെ കാണാൻ കഴിയുമെന്നറിയില്ല. ഉർവ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്ന വലീദ് ക്ഷണിച്ചു വരുത്തി. നബി തങ്ങളുടെ സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. ആ സ്വഹാബിയെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് വിളിച്ചു വരുത്തി. വലീദ് വിളിച്ചു വരുത്തി. ആ മഹാനവറുകൾ മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് പോയി. തൻ്റെ കൂടെ 7 മക്കൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ 7 മക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൊന്നുമോനെയും കൂടെ കൂട്ടിയിട്ടാ പോയത്. ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ വെച്ച് കാലിനൊരു ചെറിയ മുറിവ് പറ്റി. നടന്നിട്ടുള്ള യാത്രയാണല്ലോ, കൊട്ടകപ്പുറത്തോ നടന്നിട്ടൊക്കെയുള്ള യാത്രയാണ്. അവിടെ ഡമാസ്കസിലേക്ക് എത്തുന്നതിന് മുമ്പ് കാലിനൊരു മുറിവ് പറ്റി. വീണ്ടും ദിവസങ്ങളോളം ആ മുറി വെച്ചിങ്ങനെ നടന്നിട്ട് ഡമാസ്കസിന്റെ പരിധിയെത്താനായപ്പോൾ മഹാനവർക്ക് നടക്കാൻ കഴിയണില്ല. കലശലായ വേദനയാണ്. തൻ്റെ അതിഥി വേദനിച്ചുകൊണ്ട് ഇവിടെ ബോർഡറിൽ നിൽക്കുന്നുണ്ടെന്നറിഞ്ഞ വലീദ് തൻ്റെ കൂടെയുള്ള ആളുകളെ പറഞ്ഞയച്ചു. പ്രഗത്ഭരായ ഡോക്ടർമാർ ചെന്നു പരിശോധിച്ചു. എല്ലാവരും പറഞ്ഞു, കാല് മുറിച്ചു മാറ്റുകയല്ലാതെ പരിഹാരമില്ല. വീണ്ടും ഡോക്ടർമാർ വന്നു. എല്ലാവരും ആ വാക്കിൽ തന്നെ യോഗമിച്ചു. അങ്ങനെ മുറിച്ചു മാറ്റാൻ തീരുമാനമായി. ഉർവ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഉർവ തങ്ങളോട് എങ്ങനെ ഇത് പറയുമെന്നറിയില്ല. ഒരു കേടുമില്ലാതെ മദീനയിൽ നിന്ന് പോന്ന എൻ്റെ അതിഥിയെ ഒരു കാലില്ലാതെ ഞാൻ അങ്ങോട്ട് മടക്കി അയക്കണ്ടേ? വലീദിന് വിഷമമായി. അവസാനം പറഞ്ഞു, നിങ്ങളൊരു കാല് മുറിക്കണമെന്നാണ് പറയുന്നത്. ഉർവ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വിഷമങ്ങളൊന്നും ഇല്ലാതെ അത് ഏറ്റെടുക്കുന്നു. ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് ഹംദ്. അവർ പറഞ്ഞു, കാല് മുറിക്കുമ്പോൾ വേദനയുണ്ടാകും, മജ്ജ ഇളകും, എല്ല് മുറിച്ചു മാറ്റേണ്ടി വരും. ഇന്നത്തെ പോലെയല്ലല്ലോ. അന്ന് കാല് മുറിക്കുക എന്ന് പതിവുണ്ട്. കാല് മുറിച്ചിട്ട് തിളച്ച എണ്ണയിൽ കാല് വെക്കലാണ്. അങ്ങനെയാണ് അന്നത്തെ സർജറി. ഉർവ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഉറക്കാനുള്ള മയക്കത്തിനുള്ളൊരു പാനീയം കുടിക്കണം. ഉർവ തങ്ങൾ പറഞ്ഞു, സ്വന്തം ബോധം കളഞ്ഞിട്ട് ശരീരത്തിൽ പണിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ബോധം കളയാ, അള്ളാഹ് നൽകിയ ബോധം ഞാൻ കളയില്ല. അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങൾ മദ്യം കഴിച്ചാൽ മതി, നിങ്ങൾക്ക് വേദന അറിയാതെ കാര്യങ്ങൾ നടത്താം. ഉർവ തങ്ങൾ ക്ഷോഭിച്ചു. അള്ളാഹ് ഹറാമാക്കിയ മദ്യം ഞാൻ എങ്ങനെയാണ് കുടിക്കുക? അവസാനം പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സുജൂദിലേക്ക് വിടുമ്പോൾ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിയാൽ മതി. ഉർവ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. സുജൂദിലേക്ക് നിൽക്കുന്ന സമയത്താണ് വിശ്വാറ് കൊണ്ട് ഒരു വാള് കൊണ്ട് തൻ്റെ കാലിങ്ങനെ മുറിച്ചു മാറ്റി. ആ മുറിച്ചു മാറ്റിയത് ഉർവ തങ്ങളുടെ ആത്മാവിന് വേദനയില്ലെങ്കിലും ശരീരത്തിന് വേദനയുണ്ടാകുമല്ലോ. മുറിച്ചു മാറ്റിയ ഉടനെ മഹാനവറുകൾ ബോധരഹിതനായി വീണുപോയി. ഉടനെ ജോലിക്കാരായ ആളുകൾ തിളച്ച എണ്ണ കൊണ്ടുവന്നു. ആ എണ്ണയിൽ ഈ കാല് മുക്കി വെച്ചു. കാല് മുക്കി വെച്ചിട്ട് മഹാനവറുകൾ ബോധരഹിതരായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് പുറത്തുനിന്ന് ആരോ വന്നിട്ട് രാജാവിൻ്റെ കാതിൽ ഒരു വാർത്ത പറഞ്ഞു കൊടുത്തത്. എന്താണ് വാർത്ത? ഉർവ തങ്ങളുടെ പൊന്നുമോൻ അവിടെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് കുതിരകളുമായി കളിക്കുകയാണ്. ആ കുതിരകളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കുതിര പരിചയമില്ലാത്ത ആരോ ചെയ്തതാണെന്ന് കരുതിയിട്ട് ആ കുതിര കുട്ടിയെ തൻ്റെ കാലുകൊണ്ട് ഒരൊറ്റ തൊഴിയാണ്. മുകളിലേക്ക് പറന്നുപോയി. കുട്ടി പതിച്ചു വീണത് മരിച്ചുകൊണ്ടാണ്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടു പോയി. എങ്ങനെ പറയും ഇത് ഉർവ തങ്ങളോട്? ഒരു ഭാഗത്ത് കാല് പോയിട്ടുണ്ട്, ഒരു ഭാഗത്ത് മകൻ പോയിട്ടുണ്ട്.
വലീദിന് എങ്ങനെയാണ് തന്റെ ഉർവ റളിയല്ലാഹു അൻഹു പണ്ഡിതനാണ്, പ്രമുഖനാണ്, സൂഫിയാണ്, സാഹിദാണ്, ആദരിക്കാൻ കൊണ്ടുവന്നതാണ്, ബർക്കത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. മഹാനോട് എങ്ങനെയാണ് ഞാൻ ഈ കഥകൾ പറയാ? ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം വന്നപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു അൻഹുവിനോട് ഖലീഫ വന്നിട്ട് പറയുന്നു, അഹ്സനല്ലാഹു അസാഅക ഫീ റിജ്ലിക, നിങ്ങളുടെ കാല് അല്ലാഹു തആല കൊണ്ടുപോയല്ലോ, അല്ലാഹു അതിന് പകരം നല്ലത് തരട്ടെ. മഹാനവറുകൾ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് കഴിഞ്ഞ പാടെ വലീദ് വന്നിട്ട് പറഞ്ഞു, വഅഹ്സനല്ലാഹു അസാഅക ഫി ഇബ്നിക, നിങ്ങളെ മകനെയും അല്ലാഹു കൊണ്ടുപോയിട്ടുണ്ട്. വീണ്ടും ഇതേ വാക്ക് തന്നെയാണ്, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് കഴിഞ്ഞ പാടെ ഉർവ തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ അഅ്താനി സബ്അൻ വ അഖദ വാഹിദ, അല്ലാഹുവേ നീ 7 മക്കളെ നൽകിയിട്ട് ഒന്നല്ലേ നീ കൊണ്ടുപോയുള്ളൂ. വ അഅ്താനി അർബഅത തറാഫിൻ വ അഖദ വാഹിദ, അല്ലാഹുവേ എനിക്ക് 2 കൈയും 2 കാലും നൽകിയിട്ട് 4 എണ്ണത്തിൽ നിന്ന് ഒന്നല്ലേ കൊണ്ടുപോയുള്ളൂ. അൽഹംദുലില്ലാഹ്. ആർക്കാണിത് പറയാൻ കഴിയുക? ചരിത്രം, ലോകത്ത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെയും നിങ്ങൾക്ക് കാണാം അത്ഭുതകരമായ സ്വബറിന്റെ കഥ പറഞ്ഞിട്ട് മഹാനായ ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോ ഡോക്ടർമാരായ ആളുകൾ ഒരു പാത്രത്തിൽ മുറിച്ചു മാറ്റിയ കാലുമായിട്ട് ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നു. ആ കാല് പാത്രത്തിൽ ഇങ്ങനെ കണ്ടപ്പോ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅലം അന്നീ മാ മശൈതു ബിക ഇലാ മഅസിയത്തിൻ ഖത്ത്, അല്ലാഹുക്കറിയാം ഇതാ ഈ കാല് കൊണ്ട് ഞാൻ അല്ലാഹു ധിക്കരിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് അല്ലാഹുക്ക് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെ പറയാൻ നമുക്കാർക്കെങ്കിലും കഴിയോ? അല്ലാഹു നൽകിയ നിഅമത്തുകൾ, ലോകത്ത് ഏറ്റവും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അള്ളാഹനെ പേടിച്ച് ജീവിച്ച ആളുകൾക്കാണ്. സുഖിക്കുന്ന ആളുകൾക്ക്, അള്ളാഹനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഖത്തെ കൂടുതൽ കൊടുക്കുകയാണ്. ഫീ ഖുലൂബിഹിം മറദ് വസാദഹുമുല്ലാഹു മറദാ, ആത്മീയ രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് രോഗം കൂടുതലാക്കുകയാണ് ചെയ്യാം. അമ്പിയാക്കളല്ലേ ഏറ്റവും പ്രയാസം അനുഭവിച്ചത്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താരീഖിലൊക്കെ കാണാം, മിശ്വാർ ഒരു വാള് കൊണ്ട് ഇങ്ങനെ തലയിൽ 2 ഭാഗമായിട്ട് ഛേദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എത്ര കഷ്ടപ്പാടുകൾ അവർക്കുണ്ടായി. ഉർവ റളിയല്ലാഹു അൻഹു ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു കണ്ണ് കാണാത്ത ഒരു സാധുവായ വൃദ്ധനായ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഖലീഫ പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഇയാളെ കണ്ടോ? എന്താണ് ഇയാളുടെ കഥ എന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് ചോദിച്ചു നോക്കൂ. ആ മനുഷ്യനോട്, കണ്ണ് കാണാത്ത ആളോട് ആ കഥ ചോദിച്ചു. ആ കഥ ചോദിച്ചപ്പോ അയാൾ പറയുന്ന കാര്യം എന്താണ്? അയാൾ പറയുന്നു, ഞാനൊരു ഗ്രാമത്തിലെ ഒരു പ്രദേശത്ത് വലിയ സമ്പന്നനാണ്, എനിക്ക് മക്കളുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, ഞാൻ വലിയ ധനാഢ്യനാണ്. ഒരു രാത്രിയിൽ ഞാൻ താമസിക്കുന്ന മലമുകളിലേക്ക് അവിടെ ഉരുൾപൊട്ടൽ പോലെ ഒരു സംഭവം ഉണ്ടായി. മലവെള്ളപ്പാച്ചിൽ വന്നു, എൻ്റെ വീടും സമ്പത്തുമെല്ലാം പോയി. എനിക്കാകെ കൂടെയുണ്ടായത്, ബാക്കിയായത് എൻ്റെ ഒരു മകനാണ്, എൻ്റെ ഒരു കുഞ്ഞു മോനും ഒരു ചെറിയ കുട്ടിയും ഒരു കുതിരയും മാത്രമായിരുന്നു. ഒരു ഒട്ടകവും ഒരു കുതിരയും. ആ കുതിര എന്നെ വിട്ടിങ്ങനെ ഓടിപ്പോകുന്നത് കണ്ടപ്പോ കുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് കുതിരയെ എടുക്കാൻ വേണ്ടി ഞാൻ പോയി. കുതിരയെ പിടിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോഴാണ് ബാക്കിൽ നിന്നൊരു കരച്ചിൽ കേട്ടത്. ആ ബാക്കിൽ കരച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ എൻ്റെ കുട്ടിയുടെ കഴുത്തൊരു ചെന്നായയുടെ വായിലാണ് കഴുത്തുള്ളത്. കടിച്ച് കുടഞ്ഞെടുത്ത് കളഞ്ഞു. കരയാൻ പോലും കഴിയാത്ത വേദനയാണ്. അവസാനം ഈ മൃഗത്തെയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് കുതിരന്റെ അടുത്തേക്ക് ഞാൻ നീങ്ങിയപ്പോ ആ കുതിരയുടെ കുളമ്പ് കൊണ്ട് ഒരൊറ്റ അടിയാണ് എൻ്റെ മുഖത്തേക്ക്. എൻ്റെ 2 കണ്ണിന്റെ കാഴ്ചയും പോയി. ഉർവ റളിയല്ലാഹു അൻഹു ആരെയാണ് ഈ കാണുന്നത്? ഏറ്റവും വലിയ ക്ഷമിച്ച ആള് മറ്റൊരു ക്ഷമാശീലനെ എങ്ങനെ കാണുകയാണ്? ഈ കഥ കേട്ടപ്പോഴാണ് ഉർവ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിങ്ങൾ ഈ സംഭവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? ഇതൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് തോന്നുന്നു? അയാൾ പറയുന്ന മറുപടി ഇതാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് മാത്രമാണ് ഹംദ്, എല്ലാം നീ കൊണ്ടുപോയി.
സമ്പത്ത് കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി, തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കൊണ്ടുപോയി. പക്ഷേ തറകലി ഖൽബൻ ആമിറൻ വലിസാനൻ ദാകിറാ, അല്ലാഹനെ മറക്കാത്ത ഖൽബ് നീ കൊണ്ടുപോയില്ലല്ലോ, അല്ലാഹനെ ഓർക്കുന്ന നാവ് നീ കൊണ്ടുപോയില്ലല്ലോ. എൻ്റെ മക്കളെ പോയാലും സമ്പത്ത് പോയാലും സന്താനങ്ങൾ പോയാലും അല്ലാഹനെ നിരന്തരമായി പാർപ്പിച്ചു കൊടുക്കുന്ന സമ്പന്നമായ ഒരു ഖൽബുണ്ടെങ്കിൽ, അല്ലാഹനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാക്കിറായ ദാക്കിറായ ഒരു നാവുണ്ടെങ്കിൽ, ലോകത്തൊരു മുഅ്മിനായ മനുഷ്യന് പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, പരാധീനതകളില്ല. ഇതിനാ ദ്വാരക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലായിടത്തും മുറി വന്നു, പടച്ചവനോട് ഒരു പരാതി പോലും പറഞ്ഞില്ല. അവസാനം നാവിൽ മുറി വന്നപ്പോൾ പറഞ്ഞു, പടച്ചവനെ ദിക്ർ ചൊല്ലുന്ന നാവിൽ ഒരു ബുദ്ധിമുട്ട്, ഇന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. പതിറ്റാണ്ടുകളായി ക്ഷമിച്ചു നിൽക്കുന്ന ആ ക്ഷമക്ക് ഈ ഒരൊറ്റ വാക്കിൽ അള്ളാഹു ഉത്തരം കൊടുത്തു. നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് അള്ളാഹു പകരം കൊടുത്തു. ഇത് ഖൽബിലേക്ക്, നമുക്കെല്ലാവർക്കും ഫിത്രത്തിൽ ഇതുണ്ട്. നമ്മളൊരു വലിയൻ്റെ സ്വാലിഹിൻ്റെ അടുത്ത് പോയിരുന്ന് കേട്ടാൽ, അവരിങ്ങനെ പറയുന്നത് കേട്ടാൽ നമ്മുടെ ഖൽബിലേക്ക് അറിയാതെ ഈ തെളിച്ചങ്ങനെ വരും. പക്ഷെ അത് ദുനിയാവിൻ്റെ തിരക്കുകൾക്കിടയിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് പോയിട്ടാവുന്ന ഇഞ്ചക്ട് ചെയ്യണം. അതൊരു വാക്സിനേഷനാണ്. ഏതെങ്കിലും തരത്തിൽ ചില ആളുകൾക്ക് ഇരുട്ടത്തുനിന്ന് നിസ്കരിച്ചാൽ മതിയാവും, ചില ആളുകൾക്ക് ഒരു 10 സ്വലാത്തില്ലേ മതിയാവും. എന്താണോ ഈമാൻ മടങ്ങി വരാൻ, ഈമാൻ്റെ മധുരമെനിലേക്ക് മടങ്ങി വരാനുള്ള പരിഹാരം ഓരോരുത്തർക്കും ഓരോ ചികിത്സയാണ്. എനിക്ക് വേണ്ട ചികിത്സ അവർ നിങ്ങൾക്ക് ഉണ്ടാവും. ഓരോരുത്തർക്കും വ്യത്യസ്ത ചികിത്സകളായിരിക്കും വേണ്ടത്. എൻ്റെ ചികിത്സ എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ച് ജീവിതത്തിൽ എപ്പോഴാണോ ഈമാൻ്റെ മധുരം പോകുന്നത് അപ്പം പോയിട്ട് ഈ വാക്സിൻ എടുക്കണം. ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതം ഇബ്ലീസിനുള്ള അടിമപ്പണിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റമദാൻ ഈ ഈമാൻ്റെ മധുരത്തിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ദിക്ർ, റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല എന്ന ദിക്ർ എന്നും രാവിലെയും വൈകുന്നേരവും 3 തവണ ചെല്ലാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا ملك الجبار يا الله. ഞങ്ങൾ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി ഇരുന്ന് പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആത്മീയമായ വളർച്ചയിലേക്ക് എത്തുന്ന അവസരങ്ങളായി ഇത്തരം മജ്ലിസുകൾ ഞങ്ങൾക്ക് നീ മാറ്റണേ അല്ലാഹ്. വിശുദ്ധമായ റമളാൻ അവസാനിക്കുമ്പോഴേക്ക് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഈമാനും തഖ്വയുമുള്ള ഖൽബായി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നിന്റെ ത്വഅത്തിലായി, നിന്റെ അബ്ദായി, നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയ തുടങ്ങിയ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നീമത്ത് പിന്നെ ഗീബത്ത്, നമീമത്ത് പോലെയുള്ള, കിദിബ് പോലെയുള്ള നാവിൻ്റെ അസുഖങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും അസുഖങ്ങൾ നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവികളാക്കണേ അല്ലാഹ്. പിശാചിൻ്റെ എല്ലാ കെണിവലകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇബാദത്തുകൾ കൊണ്ട് നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ സ്വഭാവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകളെ കരിച്ചു കളയുന്ന ദുസ്വഭാവങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ദുസ്വഭാവങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. നല്ല അമാനത്തും സിദ്ഖും നല്ല തവക്കുലുമുള്ള വിശ്വാസികളായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക് റബ്ബേ ഈമാൻ്റെ മധുരം അനുഭവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിലെ എല്ലാ വൃത്തികേടുകളിൽ നിന്ന്, പിശാചിൻ്റെ കെണിവലകളിൽ നിന്ന് ഈമാനിൻ്റെ കരുത്തുകൊണ്ട് ഞങ്ങളെയും അവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയം വരെ ഇസ്സത്തോടെ ഈമാൻ
ഈമാൻ ചോർന്നു പോകാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ പടച്ചോനെ. റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ നീ നൽകിയിട്ടുണ്ട് റബ്ബേ. ആ വിഭവങ്ങളൊക്കെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, വിവരമെല്ലാം നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അതിനുള്ള അവസരം നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും ആരോഗ്യവും വിവരവും നിന്നെ മറക്കുന്ന തരത്തിലാക്കല്ല റഹ്മാനെ. നിന്നെ മറക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാക്കല്ല അല്ലാഹ്. ദിക്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ ഞങ്ങൾക്ക് ആനന്ദകരമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ സുലൂക്കിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണം അല്ലാഹ്. ഇബാദത്തുകൾ ഞങ്ങൾക്ക് ആസ്വാദ്യകരമാക്കണം റഹ്മാനെ. നിസ്കാരം ഞങ്ങൾക്ക് ആനന്ദകരമാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇബാദത്തുകൾ മടുപ്പുള്ളതാക്കി മാറ്റല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിൻ്റെ ഇൽമുകൾ വീണ്ടും വീണ്ടും പഠിക്കാനും കേൾക്കാനുമുള്ള തൗഫീഖ് നൽകണമല്ലോ. ഞങ്ങളുടെ വീടുകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഹറാമിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഇടങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. വിശുദ്ധമായ റമദാനിൽ റഹ്മത്തും മഗ്ഫിറത്തും ലഭിക്കുന്നവരിൽ, ഇത്ഖ് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും അഹ്ലുകാരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم وعلى محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.